ആജ്ഞ എന്തായാലും ഈ വിഷയത്തിൽ 3:30-ക്ക് കോടതിയിൽ നിന്നും ഉത്തരവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉത്തരവിൽ ഇത് സംബന്ധിച്ച കൃത്യമായ നിരീക്ഷണം ഒരുപക്ഷെ കോടതി നടത്തിയേക്കാം. അതായത് ജാമ്യം നൽകുന്നതിനോടൊപ്പം ബോബി ചെമ്മണ്ണൂരിന് പൊതുവേദികളിൽ പൊതുസമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുന്നതാവാം ആ കോടതി ഉത്തരവ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണം. അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം സജിത്ത്. മാത്രമല്ല കടുത്ത ഉപാധികളോടെ ആയിരിക്കും ജാമ്യം നൽകുക എന്നാണ്. അത് വിധി പകർപ്പ് ലഭിച്ച ശേഷമേ നമുക്ക് ഉപാധികൾ വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. കാരണം വിദേശത്തടക്കം നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ആളാണ്. വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്ത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയുടെ പരിഗണനയിൽ വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 3:30-ക്ക് വിധി പകർപ്പ് വന്ന ശേഷം 5 മണിക്ക് മുൻപേ ജയിലിൽ അതുമായി ബന്ധപ്പെട്ട കോപ്പി അല്ലെങ്കിൽ ഇത് ജയിൽ അധികൃതരുമായി ഇത് വിധി പകർപ്പ് എത്തിച്ച ശേഷം മാത്രമേ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ റിലീസിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അയാളെ ജയിൽ മോചിതനാക്കുന്ന കാര്യങ്ങളൊക്കെ മുൻപോട്ട് തീരുമാനത്തിലാകാനുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ അഭിഭാഷകർ അക്കാര്യത്തിൽ വളരെ വേഗം ഈ കാര്യത്തിൽ നീക്കുപോക്ക് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 3:30-ക്കാണ് വിധി പകർപ്പ് അപ്ലോഡ് ചെയ്യുന്നത്. ആ വിധി പകർപ്പ് വേണം ജയിലിലെത്തിക്കാൻ. ജയിലിലെത്തിച്ച ശേഷം 5 മണിക്ക് മുൻപേ ഈ പ്രൊസീജിയർ എല്ലാം നടന്നെങ്കിൽ മാത്രമേ ഇന്ന് ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ നിന്നും ഇറങ്ങാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയുള്ളൂ. അത്തരം ഒരു കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു അത് കുറച്ചുകൂടി അഭിഭാഷകർ അക്കാര്യത്തിൽ കുറച്ചുകൂടി സ്പീഡപ്പ് ആക്കുന്ന ഒരു നീക്കത്തിലേക്കാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഉപാധികൾ എന്തൊക്കെയെന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ സജിത്ത് സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയകളിൽ ഇനി ബോബി ചെമ്മണ്ണൂർ ഇത്തരത്തിൽ കമന്റ് ഇടില്ല അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്നുള്ള ഉറപ്പ് തരാൻ പറ്റുമോ എന്ന് കോടതി ചോദിച്ച സാഹചര്യത്തിൽ അത്തരമൊരു, അതായത് ഇനിമേലാൽ ഇത്തരത്തിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള തരത്തിലുള്ള കമന്റുകൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വേണമെന്നും കോടതി ഒരുപക്ഷെ വിധി പകർപ്പിൽ ജാമ്യ നൽകിയ വിധി പകർപ്പിൽ സൂചിപ്പിച്ചേക്കാം, നിബന്ധനകളിൽ സൂചിപ്പിച്ചേക്കാം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഹണി റോസിനെ ജാമ്യാപേക്ഷയിൽ കൂടി അധിക്ഷേപിക്കുന്നു. അങ്ങനെ കൂടി ഹൈക്കോടതി വിലയിരുത്തിയിട്ടുണ്ട്. പ്രോസിക്യൂഷന്റെ വാദം മാത്രമായിരുന്നു. ഹൈക്കോടതിയും ആ തരത്തിൽ തന്നെയാണ്. നിരന്തരം ജാമ്യാപേക്ഷ നൽകുമ്പോഴും പരാതിക്കാരെ അധിക്ഷേപിക്കാനുള്ള നീക്കമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതെന്നുള്ള നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ ഇത് ഒരു പക്ഷേ സജിത്ത് നേരത്തെ നമ്മൾ സംസാരിച്ചതുപോലെ ഇത് സമൂഹത്തിന് നൽകുന്ന നല്ല മെസ്സേജ് എന്ന് മാത്രമല്ല, ഇത്തരത്തിൽ മാനസികാരോഗ്യം തീരെ ഇല്ലാത്ത ആളുകൾക്ക് ഒരു വാണിംഗ് കൂടി ആകും ഈ ഒരു വിധി എന്ന് പറയുമ്പോഴും. രാഹുൽ ഈശ്വർ നമ്മളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ആളുകൾ ബോബി ചെമ്മണ്ണൂരിനെ അസസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വിലയിരുത്തുന്നത് ഇത്തരത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾ, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾ, ലക്ഷക്കണക്കിന് ആളുകളെ സഹായിക്കുന്ന ആൾ എന്നൊരു സാഹചര്യം, അതായത് നന്മമരം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് ആളുകൾ ഈ ബോബി ചെമ്മണ്ണൂരിനെ ഫിഗർ ഔട്ട് ചെയ്യുമ്പോഴും ഇപ്പുറത്ത് മറിച്ച് ഈ ആൾക്കും ഇതൊന്നും ചെയ്യാനുള്ള സാഹചര്യമില്ല അല്ലെങ്കിൽ റൈറ്റ് ഇല്ല എന്നുള്ള കാര്യം കോടതി കൃത്യമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ് എന്നുള്ള കാര്യവും ഇതിനകത്തൂടെ ഈ മെസ്സേജിലൂടെ അല്ലെങ്കിൽ ഈ വിധിയിലൂടെ ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ കോടതിയും നിയമ സംവിധാനങ്ങളും എടുത്തിട്ടുള്ള നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നു എന്നുള്ള കാര്യമാണ് കൂടുതൽ അടിവരയിട്ട് പറയേണ്ടത്. സജിത്ത്, എന്തായാലും 3:30-ക്ക് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തു വരും. അപ്പോഴാണ് ഈ ജാമ്യ സംബന്ധിച്ച വിശദാംശങ്ങൾ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. നിലവിൽ ജാമ്യം എന്നത് ഉറപ്പിച്ച് പറയാൻ തരത്തിലെ ഘട്ടത്തിലേക്കല്ല, മറിച്ച് കോടതി അത്തരം പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. ജാമ്യം നൽകാമെന്ന വാക്കാൽ അറിയിച്ചിട്ടുണ്ട്. 6 ദിവസം ജയിൽ കടന്നിലെ തുടങ്ങിയ വാദങ്ങളാണ്. അതേസമയം അത് പ്രതിയുടെ വാദം ശരിവെച്ചുകൊണ്ടല്ല, മറിച്ച് പ്രതിക്ക് വീഴ്ച പറ്റി എന്ന കാര്യം അതിനെതിരായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കൂടി തന്നെയാണ് കോടതിയുടെ പരാമർശങ്ങൾ ഉണ്ടാവുന്നത്. ജാമ്യ ഹർജിയിലെ പരാമർശങ്ങൾക്കെതിരെയും കോടതി രംഗത്തെത്തുന്നു. ഒടുവിൽ പ്രതിഭാഗത്തിന് ആ പരാമർശം തന്നെ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി, രാഹുൽ ഈശ്വർ നമ്മളോട് അല്പസമയം മുമ്പ് പ്രതികരിച്ചു. ഈ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയും ഉണ്ടല്ലോ, നോട്ട് ടു അറസ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ വാദം ഇന്നലെ അംഗീകരിച്ചില്ല. എന്നാൽ പക്ഷേ ഇന്ന് കോടതിയിൽ നിന്നും അനുകൂലമായൊരു തീരുമാനം അദ്ദേഹം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. അന്വേഷണ സംഘം പോലീസിന്റെ നീക്കം എന്താണ്? രാഹുൽ ഈശ്വറിനെതിരായ പരാതിയിൽ ഇക്കാര്യത്തിൽ രാഹുൽ ഈശ്വർ അറസ്റ്റ് ഭയപ്പെടേണ്ടതുണ്ടോ? പോലീസിന്റെ ഭാഗത്തു നിന്നും ഇക്കാര്യത്തിൽ കൃത്യമായി പറഞ്ഞത്, അതായത്
ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയ, അതായത് ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനെ സ്പർശിക്കുകയും ലൈംഗിക ഉദ്ദേശത്തോടു കൂടി സ്പർശിക്കുകയും അത്തരത്തിൽ അവരെ അധിക്ഷേപിക്കുകയും നിരന്തരം അധിക്ഷേപിക്കുകയും ചെയ്ത പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ. അത് ഭാരതീയ ന്യായ സംഹിത 75-ന്റെ ഉപവകുപ്പുകൾ ഉൾപ്പെടുത്തിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ. അതാണ്. അതേസമയം രാഹുൽ ഈശ്വർ അങ്ങനെയല്ല. രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിയ കോമന്റുകളാണ് ഇതിന് ആധാരം. അതുകൊണ്ട് തന്നെ ഇത് ഒരു നോട്ടീസ് നൽകി വിടാനുള്ള കേസേ ഉള്ളൂ എന്ന് പോലീസ് നിരീക്ഷിക്കുമ്പോഴും അറസ്റ്റ് ഭയന്നാണ് രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യാപേക്ഷ തേടി കോടതിയിലെത്തിയത്. അതായത് ഈ കേസിൽ തനിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ള മുൻവിധിയോടുകൂടിയാണ് രാഹുൽ ഈശ്വർ കോടതിയിലെത്തിയത്. അതേസമയം അറസ്റ്റ് തടയാനുള്ള നീക്കമൊന്നും കോടതി അനുവദിച്ചിട്ടില്ല. ആ അറസ്റ്റ് തടയണമെന്ന ആവശ്യവും അംഗീകരിച്ചിട്ടില്ല. ഇതിനിടയിൽ രാഹുൽ ഈശ്വർ തന്നെ സൂചിപ്പിച്ച പോലെ മറ്റേതെങ്കിലും കേസുകൾ, കുറച്ചുകൂടി ബലമുള്ള ഏതെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ അതിൽ പോലീസിനെ രാഹുൽ ഈശ്വറിന്റെ കേസുമായി ബന്ധപ്പെട്ട് നടപടിയെടുക്കാം. പക്ഷേ 27-നാണ് കേസ് പരിഗണിക്കുന്നത്. സജിത്, ഞാൻ ഒരു കാര്യം കൂടി, അതായത് ഈ കേസിൽ കോടതി നടത്തിയ ഒരു പരാമർശം, പ്രതി ഇനി സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കില്ല എന്ന് ഉറപ്പ് നൽകാനാകുമോ എന്ന ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം പരാമർശങ്ങൾ സോഷ്യൽ മീഡിയ അതിന് ആയുധമാക്കുന്നവർ ഇനി മുതൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് എന്ന ഒരു നിരീക്ഷണത്തിലേക്ക് പോലും കോടതി എത്തുന്ന ചില സൂചനകൾ കോടതിയിൽ നിന്നുണ്ടാകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്ന അശ്ലീല പരാമർശങ്ങൾക്കും ആളെ മോശമായി ചിത്രീകരിക്കുന്ന നീക്കങ്ങൾക്കുമെതിരായ ഒരു കോടതി നിരീക്ഷണത്തിന്റെ തുടക്കം ഈ ബോബി ചെമ്മണ്ണൂർ കേസിൽ ഉണ്ടാകുന്നു. അങ്ങനെ കൂടി ഒരു നിരീക്ഷണത്തിന് പ്രസക്തിയുണ്ടോ? തീർച്ചയായിട്ടും സജിത്ത്. കാരണം ഈ കേസ് ബോബി ചെമ്മണ്ണൂരിനെ 48 മണിക്കൂർ ഉള്ളിൽ അറസ്റ്റ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ നടന്ന സംഭവ വികാസങ്ങളൊക്കെ ശരിക്കും അക്ഷരാർത്ഥത്തിൽ കേരളത്തിന് സന്തോഷം തരുന്ന, അല്ല കേരളത്തിലെ നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്തോഷം തരുന്ന ഒരു നീക്കമായിരുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണിന്റെ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കുന്ന സാഹചര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെ തരത്തിൽ ഇടപെടലുകൾ നടത്താമെന്നുള്ള കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ടുന്ന ആവശ്യകത കൂടി ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രത്യേകിച്ചും മോശം കണ്ടന്റുകൾ അടങ്ങിയ വീഡിയോകൾ, അതല്ലെങ്കിൽ ഇത്തരം മോശം കമന്റുകൾ സ്ത്രീകളുടെയോ മറ്റുള്ളവരുടെ, സ്ത്രീകളുടെ എന്നുള്ളല്ല, ഏതെങ്കിലും ഒരാളുടെ, ഒരു പൗരന്റെ പോസ്റ്റിന് താഴെ ഇത്തരത്തിൽ മോശം കമന്റുകൾ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമാണ്. അത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഇനി ഒരു നിരീക്ഷണത്തിന് കൂടി ഭാഗമാക്കി മാറ്റുന്നത്, ഏതെങ്കിലും കേസുകളുടെ ഭാഗമായിട്ട് മാത്രമല്ലാതെ നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ള ഒരു നിയമ സംവിധാനത്തിന് നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ള ഒരു സാധ്യത കൂടിയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ കേസ് മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കുമ്പോഴും പ്രോസിക്യൂഷന്റെ പ്രധാന വാദം സമൂഹത്തിന് നൽകുന്ന മോശം സന്ദേശമെന്നായിരുന്നു. ഹൈക്കോടതിയിലും അതുതന്നെയായിരുന്നു പ്രോസിക്യൂഷൻ ആവർത്തിച്ചത്. അതായത് ഈ സന്ദേശത്തിലൂടെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപത്തിന് തടയിടുക എന്നുള്ള ഒരു കാര്യം സർക്കാരായാലും കോടതി നിയമ സംവിധാനങ്ങളായാലും പോലീസായാലും ഒക്കെ തീരുമാനിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വ്യക്തമായൊരു നിലപാടെടുത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂരിന്റെ കേസ് പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് വയ്ക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ഒരു പ്രമുഖനായിട്ടല്ല, പ്രത്യേകിച്ചും ഇതുപോലെ ലൈംഗിക അധിക്ഷേപ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ എന്നുള്ള പരിഗണന മാത്രമേ ഇതുവരെ നൽകിയിട്ടുള്ളൂ എന്ന് ആണ് അവകാശപ്പെടുന്നത്, പോലീസ് അവകാശപ്പെടുന്നതും അതുതന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും. എന്ത് പ്രത്യേകതയാണ് ബോബി ചെമ്മണ്ണൂരിനുള്ളത് എന്നാണ് കഴിഞ്ഞ ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ചോദിച്ചത് എങ്ങനെയാണ്. അപ്പോൾ ആ തരത്തിൽ ഈ കേസിനെ വളരെ അങ്ങേയറ്റം സീരിയസ് ആയി ഈ കേസിനെ പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഹൈക്കോടതിയും പോയിട്ടുള്ളത്, നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോയിട്ടുള്ളത്. സർക്കാർ അത്തരത്തിലാണ് നിലപാടെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ BNS 7514 എന്നീ വകുപ്പുകൾ പ്രകാരം 75ന്റെ ഉപവകുപ്പുകൾ പ്രകാരം ഇത്തരത്തിൽ ഈ കേസിനെ കാണുമ്പോൾ ജാമ്യമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് ഇത്തരം കേസുകൾ പോകുന്നത്. അത് രാഹുൽ ഈശ്വർ മുൻപ് നമ്മുടെ മുന്നിൽ കുറച്ചു മുൻപേ നമ്മളോട് സംസാരിച്ചതുപോലെ അത് പ്രഗത്ഭനെന്നോ അതല്ലെങ്കിൽ സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുന്ന ആളെന്നോ ഉള്ള പരിഗണനയൊന്നും ഈ ക്രൈമിന് ഉണ്ടാവില്ല. ക്രൈം ആര് ചെയ്താലും, രാഹുൽ ഈശ്വർ ചെയ്താലും, ബോബി ചെമ്മണ്ണൂർ ചെയ്താലും, ഞാൻ ചെയ്താലും, മറ്റാര് ചെയ്താലും ഇത്തരത്തിലുള്ള ക്രൈമിന് വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നൊരു മെസ്സേജ് കൂടിയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്.